വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ അവൽ കൊണ്ടുണ്ടാക്കാവുന്ന ഒരു പലഹാരമാണ് പോഹ. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ടോ അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഒരു 15 മിനിറ്റിൽ തന്നെ റെഡിയാക്കാവുന്ന വളരെ ഈസി സ്നാക്ക്. ആദ്യം തന്നെ 2 കപ്പ് അവലെടുക്കാം. ഇതിപ്പോൾ ചുമന്ന അവലാണ്, വെള്ള അവൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. അവൽ ഏതായാലും ഒരു മീഡിയം തിക്നെസ് ഉള്ളത് തിരഞ്ഞെടുക്കുക. വല്ലാതെ തിന്നായി കഴിഞ്ഞാൽ വല്ലാതെ സോഫ്റ്റായി പോവും, കുതിർന്ന് പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇതാദ്യം അല്പം വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം. ഇതിങ്ങനെ വെള്ളം ഒഴിക്കുന്നത് ചെറുതായിട്ടൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ അവൽ വല്ലാതെ ഹാർഡായി പോവും. ഒരുപാട് സമയം വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കരുത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഉടനെ തന്നെ വെള്ളം മാറ്റിയെടുക്കണം. അരിപ്പയൊന്നും വേണമെന്നില്ല. നമുക്കിതുപോലെ മറ്റൊരു പാത്രത്തിലേക്ക് വെള്ളം ഒന്ന് മാറ്റിയാൽ മതി. കൈകൊണ്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. കുട്ടികളുടെ സ്നാക്സ് ബോക്സിലേക്ക് ഒരു നല്ല ഐറ്റമാണ്. കേടാകാതെയൊക്കെ ഇരിക്കും. നല്ല ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവർക്ക് ഇതൊരു നല്ല ഓപ്ഷനാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഒരല്പം നനവുള്ളതിൽ ഇരുന്ന് ആ അവൽ അങ്ങനെ നല്ലോണം വീർത്തൊക്കെ വരും. ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണൊക്കെ മതിയാവും. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാര. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരുപാട് ഹെൽത്തി ഓപ്ഷൻ നോക്കുന്നവർക്ക് പഞ്ചസാര വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. പക്ഷെ അതും കൂടി വരുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇനി ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. ഒരു 2 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അല്പം മല്ലിയില, 2 തണ്ട് കറിവേപ്പില. ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് മുറിച്ച് വയ്ക്കാം. പിന്നെ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ നീരും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും റെഡിയാക്കി വെച്ചാൽ നമുക്ക് പാൻ അടുപ്പിൽ വയ്ക്കാം. ചൂടായ പാനിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനി നെയ്യ് വേണമെങ്കിലും ചേർക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് കപ്പലണ്ടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് പച്ചക്കപ്പലണ്ടിയാണ്, ഉപ്പൊന്നുമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും കപ്പലണ്ടിയൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് പൊട്ടി വരും. നല്ലൊരു മണമൊക്കെ വരും. ആ സമയത്ത് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. കപ്പലണ്ടിയുടെ അളവ് ആവശ്യം പോലെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഈ പോഹയുടെ കൂടെ ആ കപ്പലണ്ടി കഴിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഞാൻ കൂടുതൽ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ബാക്കിയുള്ള ആ എണ്ണയിലേക്ക് ഒരല്പം ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഇതിനകത്ത് കടുകാണ് വറുക്കാറ്. പക്ഷേ ഇവിടെ എല്ലാവർക്കും ജീരകം ചേർക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് ജീരകം നല്ല മാച്ച് ആയിരിക്കുകയും ചെയ്യും. കടുകൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ ശരിക്കും ഒരു അവൽ ഉപ്പുമാവ് പോലെ തന്നെ കിട്ടും. ജീരകം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് മൂപ്പിച്ചെടുക്കുക. മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർക്കാം. ചെറിയ തീയിൽ വെച്ചൊന്ന് വഴറ്റിയാൽ മതി. നമ്മൾ ആദ്യം സവാളയൊന്നും ചേർത്തിട്ടല്ലല്ലോ പച്ചമുളക് ഇട്ടത്. അതുകൊണ്ട് തന്നെ ഒന്ന് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും വെള്ളം ഉണ്ടെങ്കിൽ. ചെറിയ തീയിൽ വെച്ച് ഒന്ന് വഴറ്റിയ ശേഷം അല്പം കറിവേപ്പില കൂടി ചേർക്കാം. സവാള ചേർക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കൂടുതൽ സമയം കേടാവാതെ ഇരിക്കാൻ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ടേസ്റ്റിനൊരു കുറവും വരികയുമില്ല. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അവലിട്ട് കൊടുക്കാം. ഇപ്പോൾ ഉപ്പും പഞ്ചസാരയൊക്കെ നല്ലപോലെ ഇതിൽ പിടിച്ചിട്ടുണ്ടാവും. ആവശ്യത്തിന് മോയിസ്റ്റാണ്, നല്ല സോഫ്റ്റുമായിട്ടുണ്ട്. എക്സസ് വെള്ളമൊന്നും ഇല്ലതാനും. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റോളം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ട്രാവലിംഗ് ടൈമിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുകയും ചെയ്യും. ലാസ്റ്റ് തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചെറുനാരങ്ങ നീര് ചേർക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഡയബറ്റിക് പേഷ്യൻസിനുമൊക്കെ വളരെ നല്ലതാണ്. കാരണം അരിയിലുള്ള അത്ര കാർബോഹൈഡ്രേറ്റ്സ് അവലിലില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല ഹെൽത്തി ഓപ്ഷനാണ്.
വെയ്റ്റ് ലോസ് ട്രൈ ചെയ്യുന്നവർക്കും ഇത് പരീക്ഷിക്കാവുന്നതാണ്. ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടി തൂകാം. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ടേസ്റ്റി പോഹ റെഡി. ഇതൊരു മഹാരാഷ്ട്രീയൻ ഡിഷാണ്, പക്ഷേ എല്ലാവർക്കും ഇഷ്ടമാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്കും പറയുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.